ടീച്ചർ ആയതുകൊണ്ട് തന്നെ പല മൊമെന്റ്സും നമുക്ക് അത്രയ്ക്ക് അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. കാരണം കുട്ടികളുണ്ടാവും, അവരുടെ പ്രോഗ്രാമാണ്, അല്ലെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്, അവരുടെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് നമുക്ക് വേണ്ടിയിട്ടൊരു പ്രോഗ്രാമായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന കുറച്ച് ഇവന്റ്സ് ഉണ്ട്. ഓണം സെലിബ്രേഷൻസ്, ക്രിസ്മസ് സെലിബ്രേഷൻസ്, അല്ലെങ്കിൽ സ്റ്റാഫ് ഡേ ടൂറ്, സ്റ്റാഫ് ഡേ സെലിബ്രേഷൻസ്, ഇതൊക്കെ നമുക്ക് ഭയങ്കര എൻജോയ്മെന്റ് ഉള്ള സാധനങ്ങളാട്ടോ. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ വന്നിരിക്കുകയാണ് ഞങ്ങളുടെ സ്റ്റാഫിന്റെ. അപ്പൊ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളുടെ സ്റ്റാഫിന്റെ പാട്ടുണ്ടായിരുന്നു, ടീച്ചേഴ്സിന്റെ ഡാൻസ് ഉണ്ട്, ജെന്റ്സിന്റെ സെപ്പറേറ്റ് ഡാൻസ് ഉണ്ട്. പിന്നെ കുട്ടികളെ പോലെ തന്നെ നമുക്കും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ, ക്രിസ്മസ് ഫ്രണ്ട്. അപ്പം സ്കൂളിലൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോൾ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ആർക്കാണ് നമ്മൾ കിട്ടിയത്, അവരെന്ത് ഗിഫ്റ്റാണ് വാങ്ങിച്ചു തരുന്നത്, ഇതൊക്കെ അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ അതുപോലൊക്കെ തന്നെ നമ്മൾ ശരിക്കും ത്രിൽഡാണ്. ആർക്കായി കിട്ടിയത്, ടീച്ചേഴ്സിനാണോ, സാറുമാർക്കാണോ, അതോ നോൺ ടീച്ചിങ് സ്റ്റാഫിനാണോ നമ്മളെ കിട്ടിയത്, ഇതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. കാരണം അവരെന്ത് നമുക്ക് തരും. എന്റെയൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ മെയിൻ ആയിട്ടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് എന്നെ കിട്ടണേ എന്നുള്ളതായിരുന്നു. ഇവിടെ എന്നെ ബേസാറച്ചനായിരുന്നു കിട്ടിയത്. അച്ഛനൊരു ഗിഫ്റ്റ് ഒക്കെ എനിക്ക് തന്നു. എല്ലാവരും അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്ത് പതുക്കെയായിരുന്നു കേട്ടോ എന്ത് പരിപാടി നടന്നത്. ഒരു അറൗണ്ട് ഒരു 1 o'clock ആയപ്പോഴും ഞങ്ങൾക്കും DJ പോലെ പാട്ടൊക്കെ ഇട്ട് തന്നു കോളേജിൽ നിന്ന്. അതൊക്കെ രസമായിരുന്നു. കാരണം കുട്ടികൾക്കാണല്ലോ എപ്പോഴും നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്ക് തിരിച്ചത് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട് നമുക്കും. അത് കഴിഞ്ഞിട്ട് നേരെ പരിപാടി കഴിഞ്ഞു, നേരെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു, കുട്ടിപ്പാപ്പ മത്സരം. നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ പോയി കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്. അതിൽ പോയില്ല, ഇനി മിസ്സായിപ്പോയനെ. കാരണം തൊടുപുഴയിലുള്ള ഹൊറൈസൺ മോട്ടോഴ്സും കുട്ടികളുടെ ദീപികയുടെ മാഗസീനും ചേർന്ന് അവർ കമ്പൈൻ ചെയ്ത് നടത്തുന്ന ഒരു പരിപാടിയാണ്. അത് കാറ്റഗറി 1 and 2 ആക്കി കുഞ്ഞു കുട്ടികൾ LKG തൊട്ട് 5th സ്റ്റാൻഡേർഡ് വരെയുള്ള ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. കാരണം കുട്ടികളെക്കാളും ആവേശം പാരൻസിനായിരുന്നു. കാരണം ഭയങ്കര രസമുള്ള, അവർ തന്നെ മ്യൂസിക് പ്രൊവൈഡ് ചെയ്തിട്ട് കുട്ടികളിങ്ങനെ കുട്ടിപ്പാപ്പന്മാരായിട്ട് മത്സരിക്കുന്നതാണ്. നല്ല രസമുണ്ട്. മത്സരം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അവർ ജസ്റ്റ് അവർ എൻജോയ് ചെയ്യുന്ന മൊമെന്റ്സ് ഭയങ്കര രസമുണ്ടായിരുന്നു. അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തി. ഇന്നത്തെ പരിപാടി ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ബൈ.